അവൻ അവൻ സഹിച്ചത്ര ആർക്കും ഇവിടെ സഹിക്കേണ്ടി വന്നിട്ടില്ല. അവൻ കുറച്ച് ഓവറായി പോയി. അവന്റെ കഴുത്തിൽ ഇവനിത് തട്ടിയെടുത്തു. അവൻ ബാത്റൂമിൽ പോയി ഒളിച്ചു. ഞാൻ അങ്ങോട്ടാണ് പറഞ്ഞത്, എനിക്ക് ചേട്ടനെ ഭയങ്കര ഇഷ്ടമാണ്, ഞാൻ കല്യാണം കഴിക്കുന്നെങ്കിൽ ചേട്ടനെ മാത്രമേ കഴിക്കുള്ളൂ എന്ന് പറഞ്ഞു. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കെടുത്തു പറഞ്ഞു, ചേച്ചി നിങ്ങൾ ഇതല്ല പറയേണ്ടത്. അയ്യോ, എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഒരിക്കലും മറക്കാനായിട്ട് പറ്റത്തില്ല. കലാം സ്ഥാനം എന്ന് പറയുന്നത് പോലെ തന്നെ എനിക്ക് ഏറ്റവും പ്രഷ്യസ് ആയിട്ടുള്ളത് ബിഗ് ബോസ് ഹൗസിലെ ഏറ്റവും ശക്തരായ 2 സ്ത്രീ കണ്ടസ്റ്റൻസ് ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ ആരൊക്കെയാണെന്ന് പറയും? ഒരു സ്ത്രീ എന്താണെങ്കിലും ഞാൻ തന്നെയാണെന്ന് അഭിമാനത്തോട് പറയും. കാരണം ഇതിനെ ആൾക്കാർ ഇനിയിപ്പോൾ ട്രോളുമായിരിക്കും. ഞാൻ സ്വയം പുകഴ്ത്തി, ഞാൻ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ലേഡിയാണെന്ന് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് ഇനി ആൾക്കാർ ട്രോളൊക്കെ ഉണ്ടാക്കിയാലും, നിങ്ങൾ എന്ത് ട്രോൾ ഉണ്ടാക്കിയാലും, നിങ്ങൾ എന്ത് തന്നെ അതിനകത്ത് പറഞ്ഞാലും ഞാനായിരുന്നു ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ളൊരു ലേഡി എന്ന് ഞാൻ പറയുള്ളൂ. കാരണം ഞാൻ നേരിട്ടിട്ടുള്ള അത്രയും പ്രശ്നങ്ങൾ അവിടെ ആർക്കും നേരിടേണ്ടി വന്നിട്ടില്ല. ഞാൻ മനസ്സാ വാച കർമ്മണ അറിയാത്ത കാര്യങ്ങൾക്ക് ഒരുപാട് വിമർശനങ്ങളും ഒരുപാട് വഴക്കും ഒരുപാട് ചവിട്ടിത്തേക്കലുകളും ഒരുപാട് പരിഹസിക്കലുകളും എല്ലാം ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ ഒരു ചിന്തിക്കുക പോലും ചെയ്യാത്ത രീതിയിലേക്ക് ഓരോ പ്രശ്നങ്ങളെ വളച്ചൊടിച്ച് കൊണ്ടുപോയിട്ടുണ്ട്. അതിനെയെല്ലാം വളരെ കരുത്തോട് കൂടിയിട്ട് പ്രതിരോധിച്ച ഒരു വ്യക്തി തീർച്ചയായിട്ടും ഞാൻ തന്നെയാണ്. പിന്നെ രണ്ടാമത്തെ വ്യക്തി അത് ദിൽഷ പ്രസന്നനാണ്. കാരണം ദിൽഷയെക്കുറിച്ച് ഞാൻ പറയാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ, ഒരു പെൺകുട്ടി കേൾക്കേണ്ടതിൻ്റെ മാക്സിമം ഒരു സൗഹൃദത്തിൻ്റെ ആയാലും, ഒരു കുഞ്ഞനിയനെ പോലെ ഒരാളിനെ കണ്ടതിൻ്റെ ആണെങ്കിലും, ഒരു 2 ആൾക്കാരെ സ്നേഹിച്ചു എന്നതിൻ്റെ പേരിലാണ് ദിൽഷയ്ക്ക് പിന്നീട് പ്രശ്നങ്ങളെ നേരിടേണ്ടത്. ഒരു സ്ത്രീയും കേൾക്കാൻ പാടില്ലാത്ത വാക്ക് അവിടെയുള്ളൊരു കണ്ടസ്റ്റന്റ് പറയുകയും ആ വാക്ക് എന്നോട് ഇങ്ങനെ ഞാൻ ആ വാക്ക് കേട്ടിട്ടുണ്ടായിരുന്നില്ല, എന്നോട് ആ വാക്ക് ഇവൻ എന്നെ ഇങ്ങനെ വരെ പറഞ്ഞു ചേച്ചി എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ആ കുഞ്ഞിൻ്റെ ആ മോളുടെ മുഖത്തോട്ട് പോലും നോക്കാൻ പറ്റാണ്ട് ഞാൻ സെറ്റിയിൽ ചരിഞ്ഞു കിടന്ന് കരയുകയാണ് ചെയ്തത്. അപ്പം അത്രമാത്രം വാക്കുകൾ കൊണ്ടുള്ള അപമാനമാണ്. സ്ത്രീത്വത്തെ ചോദ്യം ചെയ്യുക എന്നൊക്കെ പറയുന്നതൊക്കെ നമുക്ക് എത്ര ഇതൊരു ഗെയിം ഷോ ആയാലും എന്തെന്ന് പറഞ്ഞാലും, ദേഷ്യം വന്നാലും എന്ത് കാര്യം വന്നാലും നമ്മുടെ ഒരു പരസ്പര ബഹുമാനം എന്ന് പറയുന്ന ഒരു കാര്യം ഉണ്ടല്ലേ. എനിക്കങ്ങനെ തുപ്പേണ്ടി ഒരു മനുഷ്യന്റെ മുന്നിലേക്ക് വന്നത് പോലും എൻ്റെ അഭിമാനത്തെ അതിക്രൂരമായിട്ട് വ്രണപ്പെടുത്തുന്ന രീതിയിൽ ആ മനുഷ്യൻ പെരുമാറിയതുകൊണ്ട് തന്നെയാണ്. അതിലൊന്നും എനിക്ക് ഒരു കുറ്റബോധം. ഇനി ഇവിടെ ആരിനി എന്താതിനെ കുറിച്ച് പറഞ്ഞെന്ന് പറഞ്ഞാലും എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞത് പോലും എന്നെ സപ്പോർട്ട് ചെയ്തിട്ടാണ്. എൻ്റെ ഒരു ചേട്ടനുണ്ട്. ചേട്ടൻ എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ഈ മൂല്യങ്ങളൊക്കെ നോക്കി ഭയങ്കര ഇതായിട്ട് നിൽക്കുന്ന ഒരു ചേട്ടനാണ്. അപ്പോൾ ചേട്ടൻ്റെ ഭാര്യ ശൈലജ ചേച്ചി എന്നിട്ട്, ശ്യാംജി ലക്ഷ്മി ഇങ്ങനെ ചെയ്തില്ല, അത് ചെയ്യണ്ടായിരുന്നല്ലേ, ചെയ്തില്ലെങ്കിൽ അവളെ ഇവിടെ വരുമ്പോൾ ഞാൻ ചോദിച്ചേനേന്ന്, എന്തുകൊണ്ട് നീ അത് ചെയ്തില്ല എന്ന് ഞാൻ ചോദിച്ചേനെ എന്ന് ശ്യാമേട്ടൻ പറഞ്ഞിരുന്നു. അപ്പോൾ അതൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ചോദ്യങ്ങൾ പോലും കേൾക്കേണ്ടി വന്ന 2 സ്ത്രീകളെന്ന് പറഞ്ഞാൽ അത് ഒന്ന് ദിൽഷയും ഒന്ന് ലക്ഷ്മിപ്രിയയാണ്. അപ്പം അതിനെ അതിജീവിച്ച 2 പേര് ആയിരിക്കുമല്ലോ ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ളത്. പിന്നെ ധന്യയും ഉണ്ട് കേട്ടോ. ധന്യയ്ക്കും ലാസ്റ്റ് ആയപ്പം ഒരുപാട് ഞങ്ങൾക്ക് വന്ന അത്രയും പ്രശ്നങ്ങളിലൂടെ പോയിട്ടില്ലെങ്കിൽ, അതായത് എൻ്റെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഞാൻ 1ാമത്തെ ദിവസം പോലും പ്രശ്നങ്ങൾ അനുഭവിക്കാൻ തുടങ്ങി. 100 ദിവസം വരെ അതുണ്ടായിരുന്നു. അതായത് പിന്നെ ഗ്രാൻഡ് ഫിനാലയുടെ അന്ന് സ്റ്റേജിൽ കയറുന്നതിൻ്റെ തൊട്ട് മുമ്പ് വരെ നമ്മൾ മാനസിക സമ്മർദ്ദത്തിലാവുന്ന പല കാര്യങ്ങളും അവിടെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ദിൽഷയെ സംബന്ധിച്ച് റോബിൻ പുറത്ത് ഇറങ്ങിയതിന് ശേഷമാണ് ദിൽഷയ്ക്ക് പ്രശ്നങ്ങൾ. ധന്യയെ സംബന്ധിച്ച് അതും എല്ലാം കഴിഞ്ഞ് ഫൈനൽ സ്റ്റേജിലേക്ക് എത്തുമ്പോൾ അവസാനത്തെ 4 ആഴ്ച അല്ലെങ്കിൽ 3 ആഴ്ചയൊക്കെയാണ് ധന്യ ഏറ്റവും അധികം ചോദ്യം ചെയ്യപ്പെട്ടത്. അപ്പം ഞങ്ങൾ 3 പേരും ഭയങ്കര സ്ട്രോങ് ആണെന്ന്, 2 അല്ല 3 പെണ്ണുങ്ങളും സ്ട്രോങ് ആയിരുന്നു എന്ന് ഞാൻ പറയും. പിന്നെ ഈ സീസൺ 4-ൽ ഞാൻ കണ്ട ഏറ്റവും വലിയ പ്രത്യേകതയും പെണ്ണുങ്ങളായിരുന്നു. എല്ലാ പെണ്ണുങ്ങളും, ജാസ്മിൻ ആയിക്കോട്ടെ, നിമിഷ ആയിക്കോട്ടെ, ഡെയ്സി ആയിക്കോട്ടെ, അങ്ങനെ എല്ലാ സുചിത്ര ആയിക്കോട്ടെ, എല്ലാ പെണ്ണുങ്ങളെ എടുത്ത് നോക്കുമ്പോൾ പെണ്ണുങ്ങളായിരുന്നു സ്ട്രോങ്. സീസൺ 4-ന്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് പെണ്ണുങ്ങൾ എല്ലാവരും പൊളിയായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ സീസൺ 4-ന്റെ പെണ്ണുങ്ങൾ പുലിക്കുട്ടികളാണെന്ന് ഞാൻ പറഞ്ഞു. ഡോക്ടർ റോബിൻ എന്ന് പറയുന്ന വ്യക്തിയെ പറ്റി എന്താണ് ചേച്ചിയുടെ അഭിപ്രായം? റോബിന്റെ ചേച്ചിയല്ലേ എനിക്ക് രോമാഞ്ചം വരുന്നു പറയുമ്പോൾ തന്നെ. റോബിൻ എൻ്റെ പൊന്നനിയൻ, എനിക്ക് ഈശ്വരൻ തന്ന എൻ്റെ ഒരു ഗിഫ്റ്റാണ് എനിക്ക് ബിഗ് ബോസ് ഹൗസിൽ നിന്ന്. എൻ്റെ ചക്കര, എൻ്റെ അനിയനാണ് അവൻ. അത് ബന്ധങ്ങളെന്ന് പറയുന്നത് ഒരിക്കലും ഉണ്ടാക്കുന്നതല്ല, അത് തനിയെ ഉണ്ടാകേണ്ടതാണ്. അതാണ് ഏച്ചു വെച്ചാൽ മുഴച്ചിരിക്കും എന്ന് പറയുന്ന പോലെ ചില ബന്ധങ്ങളൊക്കെ നമുക്കത് പൊട്ടിയും മുറിഞ്ഞും ഒക്കെ പോകുന്നത് അത് ഉള്ളിൽ നിന്ന് വരാത്തത് കൊണ്ടാണ്. അപ്പം ഇത് ഉണ്ടാക്കിയ ബന്ധമല്ല, ഉണ്ടായ ബന്ധമാണ്, സ്വയം സൃഷ്ടിക്കപ്പെട്ടൊരു ബന്ധമാണ്. അപ്പം അവനെ ഓർത്ത് ഞാൻ ഭയങ്കരമായിട്ട് അഭിമാനിക്കുന്നു. എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ എൻ്റെ ഈ 4ാം സ്ഥാനം എന്ന് പറയുന്നത് പോലെ തന്നെ എനിക്ക്
ഏറ്റവും പ്രഷ്യസ് ആയിട്ടുള്ളത് റോബിൻ്റെ ചേച്ചി ഞാനായതിലാണ്. റോബിനെ എല്ലാവരും ഫേക്ക് എന്ന് പറഞ്ഞ് കളിയാക്കുമ്പോഴും അവനെ കുറ്റപ്പെടുത്തുമ്പോഴും ഇതുപോലെ തന്നെ പുരുഷന്മാരുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ചവിട്ടിയരക്കലുകളും അപമാനവും നേരിട്ട് സ്വന്തം വീട്ടിൽ വളർത്തുന്ന പട്ടിയോട് വരെ ഉപമിക്കപ്പെട്ട ഒരു വ്യക്തിയാണ് റോബിൻ. അപ്പം അവൻ സഹിച്ചത്ര ആർക്കും ഇവിടെ സഹിക്കേണ്ടി വന്നിട്ടില്ല. ഓരോരുത്തർക്കും ഓരോ ഗെയിം പ്ലാനും ഉണ്ടാവുമല്ലോ. അവൻ ഫേക്കായിട്ട് നിൽക്കുന്നതൊക്കെ അവൻ്റെ ഗെയിം പ്ലാൻ ആയിരിക്കും. പക്ഷെ ആ ഗെയിം കഴിയുമ്പം മനുഷ്യരല്ലേ. അപ്പം അവന് ഭയങ്കര സ്ട്രോങ് ആയിരുന്നു. അപ്പം അവൻ്റെ ആ ഒരു നല്ല ഹൃദയം ഈ കാണിക്കുന്ന ഗെയിമിനൊക്കെ അപ്പുറത്തേക്ക് റോബിന് ഏറ്റവും നല്ലൊരു ഹൃദയമുണ്ടെന്ന് കണ്ടെത്തിയ അവൻ്റെ ചേച്ചിയാണ് ഞാൻ. അവൻ എൻ്റെ ചക്കര അനിയനാണ്. ലവ് യു റോബിൻ. റോബിന് ഇത്രയധികം ആരാധകർ പുറത്തുണ്ടായിരുന്നു ചേച്ചിക്ക് അവിടെ നിൽക്കുന്ന സമയത്ത് അറിയാമായിരുന്നു? അറിയില്ല. ഇപ്പം എനിക്കൊരു കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നല്ലോ എന്നെ കുറിച്ച്. ഇവർ പറയുന്നതാണോ ഞാനൊന്ന് ഒരു നിമിഷം ചിന്തിച്ച് ഞാൻ പതറിപ്പോയല്ലോ എന്ന് പറയുന്ന പോലെ ഇവൻ ഫേക്ക് എന്നാണ് ഇവനെ കുറിച്ച് പറഞ്ഞത്. പക്ഷെ എനിക്കറിയാം അവൻ ഫേക്ക് അല്ലെന്ന്. അവൻ എന്തവിടെ കാണിക്കുന്നു അതൊക്കെ അവൻ്റെ ഉള്ളിൽ നിന്ന് വന്ന കാര്യങ്ങളാണെന്ന് എനിക്ക് നന്നായിട്ടറിയാം. അഭിപ്രായ വ്യത്യാസം ആദ്യം റോബിനുമായിട്ട് തോന്നിയതും റോബിൻ എത്തിക്സ് ഇല്ലെന്ന് പറഞ്ഞതൊക്കെ ഞാനാണ് മറ്റേ പാവ കേസിൽ. അപ്പം ഞാൻ ഇരിക്കുന്ന ക്ഷണം ഒരു മനുഷ്യന് രണ്ട് പാവയൊക്കെ ഒരുത്തിന് എടുത്തോണ്ട് പോകണമെങ്കിൽ അവൻ എത്ര ഇതായിരിക്കും ഒക്കെ ആലോചിച്ചിട്ടുണ്ട്. പക്ഷേ എപ്പോഴും പിന്നെ റോബിന്റെ പല കാര്യങ്ങളെയും ഞാൻ ചോദ്യം ചെയ്തിട്ടുണ്ട്, വഴക്കുകൾ ഉണ്ടായിട്ടുണ്ട്. അനിയനും ചേച്ചിയും ആയപ്പോൾ പോലും ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കിടും. ഞങ്ങൾ ഗെയിമിലാണെന്ന് ഞങ്ങൾക്കറിയാമല്ലോ. ആ സമയത്ത് ഞങ്ങൾ വഴക്കിടും. അതവിടെ വേണം. വഴക്കിടും. നിനക്ക് അങ്ങനെയാണല്ലേ, ഇതാണല്ലേ, അങ്ങനെ അല്ലല്ലേ എന്നൊക്കെ നമ്മൾ പറയും. ചേച്ചി നിങ്ങൾ ഇതല്ല പറയേണ്ടത് എന്നൊക്കെ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അവൻ ആ പിരിഞ്ഞ ഒരു നിമിഷം ഉണ്ടല്ലോ, ഈ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഒരിക്കലും മറക്കാനായിട്ട് പറ്റത്തില്ല. കാരണം അവനോളം ബിഗ് ബോസ് ആഗ്രഹിച്ച് വന്ന മറ്റൊരു മത്സരാർത്ഥി ഉണ്ടായിരുന്നില്ല. അവൻ ആ ഇറങ്ങിയ ഇറക്കം, അവൻ പോയ പോക്ക്, അതൊന്നും എൻ്റെ ജീവിതത്തിൽ എനിക്ക് മറക്കാനേ പറ്റത്തില്ല. അവൻ വന്നപ്പോഴാണ് എൻ്റെ ഉയിര് തിരിച്ചു കിട്ടിയത് അവനെ ആ വീട്ടിലേക്ക് കാണുമ്പം. അപ്പം എനിക്ക് സന്തോഷം തോന്നി. ഞാൻ പുറത്തിറങ്ങി കഴിഞ്ഞിട്ട് അന്ന് രാത്രിയിലാണ് അന്നേ അനിയൻ ഇപ്പം ആരാണ് നിങ്ങൾക്ക് മനസ്സിലായോ എന്ന് ചോദിച്ചിട്ട് അനിയൻ എനിക്ക് വീഡിയോ കാണിച്ചു തന്നപ്പോൾ എനിക്ക് വന്ന ഒരു അഭിമാനം, സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 70 ക്യാമറയുടെ മുന്നിൽ 70 രീതിയിലാണ് അവനെ കാണുന്നുണ്ടായിരിക്കും. ഈ ഗ്ലാസിന് അപ്പുറത്തേക്ക് പിന്നെയും ക്യാമറകളുണ്ട്. പക്ഷേ ഞാൻ എൻ്റെ അടുത്തിരുന്ന റോബിനെ ഞാൻ മനസ്സിലാക്കിയതുപോലെ ഈ 70 ക്യാമറയിലൂടെ ഇതിൻ്റെ പിന്നിലുള്ള മറ്റ് ക്യാമറയിലൂടെ കണ്ട് പ്രേക്ഷകർ ഞാൻ മനസ്സിലാക്കിയതുപോലെ തന്നെ ആ കുഞ്ഞിനെ മനസ്സിലാക്കി എന്നുള്ളത് എനിക്ക് ഭയങ്കര സന്തോഷമായി. എല്ലാ പ്രേക്ഷകരും അവനെ ഏറ്റെടുത്തില്ലേ. ഞാൻ എങ്ങനെ ഹൃദയത്തിൽ അവനെ ഏറ്റെടുത്തു അതുപോലെ തന്നെ പ്രേക്ഷകർ ഏറ്റെടുത്തില്ലേ. ഭയങ്കര ഭാഗ്യമാണ്, സന്തോഷമാണ് എനിക്ക്. ഒരു കുഞ്ഞനിയൻ എന്ന നിലയിൽ റോബിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഗുണവും ഇഷ്ടപ്പെടാത്തൊരു കാര്യം പറയാറുണ്ടാകുന്നത്? ഇഷ്ടപ്പെട്ട ഗുണം എന്ന് പറഞ്ഞാൽ അവൻ സ്നേഹിച്ചു കഴിഞ്ഞാൽ ഹൃദയം പറിച്ച് നമുക്ക് തരും. അത് ഞാനും അങ്ങനെയാണ്. ഒന്നുകിൽ അങ്ങേയറ്റം ഇല്ലെങ്കിൽ ഇങ്ങേ അറ്റം എന്നുള്ളതാണ്. പിന്നെ അവൻ്റെ ചില ചൊറി സ്വഭാവമുണ്ട്. അത് തിരിച്ചിങ്ങോട്ട് വരുമ്പോഴാണ് ഞാൻ ക്ലാസ്സൊക്കെ എടുത്ത് കൊടുക്കും ഭയങ്കരമായിട്ട്. മക്കളെ അതാണ് കോടതിയാണ് അല്ലെങ്കിൽ മറ്റ് ഇതാണ് നീ പറയരുത്, അവർ കുറേ ഇളക്കാനായിട്ട് വരും, നീ നിന്ന് കൊടുക്കരുത്, നിന്നെ മനഃപൂർവ്വം ചെയ്യണം, നിന്നെ എന്നെയൊക്കെ എങ്ങനെ. ഞങ്ങൾ ഒരേ തൊഴുത്തിക്കെട്ടാവുന്ന ആൾക്കാരാണ്, ഒരേ സ്വഭാവമുള്ള രണ്ട് മനുഷ്യരാണ്. അപ്പോൾ ഇനി നമ്മളെ എങ്ങനെ ഇളക്കണം അവർക്ക് നന്നായിട്ടറിയാം. അതിൽ നീ വീണ് കൊടുക്കരുതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു പക്ഷേ അന്ന് അവൻ അത്ര ഇമോഷണൽ ആയിട്ടില്ലായിരുന്നുവെങ്കിൽ, അവൻ അന്ന് ഇമോഷണൽ ആകാനുള്ള റീസണൊക്കെ എനിക്ക് നന്നായിട്ടറിയാം. പക്ഷെ അന്ന് അവൻ ആ ഇമോഷണൽ അല്ലായിരുന്നുവെങ്കിൽ അവന് കപ്പും കൊണ്ടേ അവൻ അതിന് തിരിച്ച് പോരത്തുള്ളായിരുന്നു ഒരു പക്ഷേ. അപ്പം അങ്ങനെ പോകേണ്ടി പോലും വന്നത് അവൻ ആ ഇളകി പോയത് കൊണ്ടാണ്. അതിപ്പോൾ എൻ്റെയും മനസ്സ് ഇളകിപ്പോകും. അതാണ് എനിക്ക് ഇഷ്ടമല്ലാത്ത സ്വഭാവം. അത് എന്നിലും എനിക്ക് ഇഷ്ടമല്ലാത്ത അത് തന്നെയാണ്. ഇതിലൊന്നും കാര്യം എനിക്ക് വെറുതെ പറയുന്നതാണെന്ന് എനിക്ക് മനസ്സിലായാലും ചില സമയത്ത് നമ്മുടെ മനസ്സങ്ങ് ഇളകിയിട്ട് നമ്മൾ ഭയങ്കരമായിട്ട് റിയാക്ട് ചെയ്തു പോകും. അപ്പം അങ്ങനെ റിയാക്ട് ചെയ്യാതിരിക്കാമായിരുന്നു, അത്രയേ ഉള്ളൂ. കറുത്ത പട്ടുസാരി എടുത്ത് കാഞ്ചീപുരം പട്ടുസാരി എടുത്തൊരു വെളുത്ത സുന്ദരിയാണ് ഞങ്ങൾ ഗ്രാൻഡ് ഫിനാലയിൽ പ്രതീക്ഷിച്ചത്. എന്തുകൊണ്ടാണ് ഈ കറുത്ത പട്ടുസാരി കൊണ്ടുവന്നിട്ട് അത് എടുക്കാതെ മറ്റൊരു സാരി കൊടുത്തത്? അത് പിന്നെ നമുക്ക് ഫിനാലയ്ക്കുള്ള കോസ്റ്റ്യൂം അവരാണ് തരുന്നത്. അപ്പം ഞാൻ പലവട്ടം പറഞ്ഞിട്ട് കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് അതിൻ്റെ ഡിസൈനർ സിംഹത്തിനെയൊക്കെ തുന്നിയിട്ടുള്ള കറുത്ത പട്ടുസാരി അവർ കൊണ്ടുവന്നിരുന്നു. ഈ സാരിയും കൊണ്ടുവന്നു. പൊതുവെ നമ്മുടെ നാട്ടിലും ഉണ്ടല്ലോ ഫങ്ഷൻസിന് കറുപ്പ് ഉടുക്കില്ല എന്ന് പറയുന്നത് പോലെ തന്നെ ഹിന്ദിക്കാരാണ് നമ്മുടെ കോസ്റ്റ്യൂംസ് ചെയ്യുന്നത്. അവർക്ക് ഇത് കുറച്ചുകൂടെ കൂടുതലായിട്ടുണ്ട്. ഇങ്ങനത്തെ ഈ മംഗളകർമ്മങ്ങൾക്ക് ബ്ലാക്ക് ഉപയോഗിക്കില്ല എന്നുണ്ട്. പിന്നെ അത് ഞാൻ വെച്ച് നോക്കുമ്പോൾ ഇതിനൊരു ഷൈനിങ് കുറവുണ്ടായിരുന്നു. ഒരു കാഞ്ചീപുരം സാരിയുടെ ഒരു പകിട്ട് അതിന് വരുന്നില്ല.
അപ്പോൾ അതൊരു എന്താ പറയുക ഒരു എലഗൻസ് കുറഞ്ഞു പോയി എന്ന് പറയത്തില്ലേ. പക്ഷെ എങ്കിലും ഞാൻ കണ്ട ഒരു സ്വപ്നം വെച്ചിട്ട് എനിക്ക് അങ്ങനെ തന്നെ വരണം എന്നായിരുന്നു. പക്ഷെ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന മറ്റ് 5 പേരും എൻ്റെ അടുത്ത് പറഞ്ഞു ഈ കറുപ്പ് കൊടുക്കണ്ട, ഇതിനെക്കാട്ടിലും ഭംഗി. കാരണം അതും എനിക്ക് വേണ്ടിയിട്ട് ചെയ്ത് കൊണ്ടുവന്ന സാരിയായിരുന്നു. ഡിസൈനർ ചെയ്ത് അദ്ദേഹത്തിൻ്റെ കൈ കൊണ്ട് നെയ്തൊക്കെ കൊണ്ടുവന്ന എല്ലാ ഡിസൈനൊക്കെ ചെയ്തൊക്കെ കൊണ്ടുവന്ന. അപ്പം അത് ഉടുത്താൽ മതി, അതും ഉടുത്ത് ട്രയൽ നോക്കി, ഇതും നോക്കി. അപ്പം അവർക്ക് എല്ലാവർക്കും അതാണ് ഇഷ്ടപ്പെട്ടത്. അപ്പോൾ ചില കാര്യങ്ങളൊക്കെ നമ്മൾ അവരുടെ സ്നേഹത്തിന് വേണ്ടി നമ്മൾ ചില കാര്യങ്ങൾ മാറ്റി വെക്കേണ്ടി വരും, അങ്ങനെ മാറ്റി വെക്കേണ്ടി വരും. ഇഷ്ടങ്ങൾ, വാശി മാത്രമല്ല ചില ഇഷ്ടങ്ങൾ. അപ്പം ഞാൻ അവർക്ക് വേണ്ടിയിട്ട് ആ ബ്ലാക്ക് എന്നുള്ളതിൽ നിന്ന് മാറിയാണ്. പക്ഷെ സൂരജ് എൻ്റെ അടുത്ത് പറഞ്ഞു കേട്ടോ, ലക്ഷ്മി ചേച്ചി അത് നിങ്ങൾ എനിക്ക് ചെയ്യുന്ന ഇഷ്ടമാവുന്നില്ല, നിങ്ങൾ കറുപ്പ് തന്നെ ഉടുത്താൽ മതി എന്ന് സൂരജ് എൻ്റെ അടുത്ത് പറഞ്ഞു. പക്ഷെ ഭംഗി കൂടുതൽ ഇതിനായിരുന്നു. അതുകൊണ്ടാണ് പെണ്ണുങ്ങളല്ലേ സാരി കാണുമ്പോൾ ഇച്ചിരി കൊതി മാറി പോവല്ലോ, അതുകൊണ്ടാണ്. ഒരു വ്യക്തിയിലെ നന്മയെ എങ്ങനെയാണ് ലക്ഷ്മിപ്രിയ കണ്ടെത്തുന്നത്? ഒരു വ്യക്തിയിലെ നന്മ എന്ന് പറഞ്ഞാൽ അനാവശ്യ വാക്കുകൾ കൊണ്ട് മുറിവേൽപ്പിക്കാതിരിക്കാം. നമുക്കിപ്പം വെറുപ്പാണെങ്കിലും ദേഷ്യമാണെങ്കിലും നമുക്ക് അവരോട് സംസാരിക്കാതിരിക്കാമല്ലോ, അതും ഒരു നന്മയാണ്. ഇപ്പം എനിക്ക് താങ്കളോട് സംസാരിക്കുന്ന ഇഷ്ടമില്ലെങ്കിൽ എനിക്ക് താങ്കൾ വരുമ്പോൾ വഴി മാറിപ്പോകും. അതിന് പകരം താങ്കളെ ചൊറിഞ്ഞ് വഴി നടക്കുമ്പോഴെല്ലാം പുറകെ വന്ന് അനാവശ്യം പറഞ്ഞു പ്രൊവോക്ക് ചെയ്ത് നമ്മൾ കൊണ്ടുവരേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ എല്ലാവരും എല്ലാം തികഞ്ഞ എല്ലാത്തിലും അറിവുള്ള ആൾക്കാരൊന്നും ആയിരിക്കത്തില്ല. അപ്പം എനിക്ക് അറിവില്ലാത്ത കാര്യങ്ങളെ എനിക്ക് ഒരു കാര്യം അറിയില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരാളെ പരിഹസിക്കാൻ പാടില്ല, അല്ലേ? അവർക്ക് എന്നെക്കാട്ടിലും കൂടുതൽ അറിവുള്ളവർ എന്നെ അറിവില്ലാത്ത ഒരാളെന്ന് വെച്ച് പരിഹസിക്കാൻ പാടില്ല, എന്നെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട്. പിന്നെ സ്നേഹം എന്ന് പറയുന്ന ഒരു കാര്യം അത് പ്രകടിപ്പിക്കേണ്ട ഒരു വികാരമാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എല്ലാ ഇമോഷൻസും പ്രകടിപ്പിക്കണം, സ്നേഹം പ്രത്യേകിച്ചും പ്രകടിപ്പിക്കണം. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോഴാണല്ലോ അവർക്ക് നമ്മളോട് സ്നേഹമുണ്ടോ, നമ്മളോടൊന്നല്ല എല്ലാത്തിനോടും. പിന്നെ ഒരു വസ്തുവിനെ കൈകാര്യം ചെയ്യുന്ന രീതി, ഒരു ഭക്ഷണ സാധനം ആയിക്കോട്ടെ, ഒരു പേന ആയിക്കോട്ടെ, എന്തൊരു സാധനം, ഒരു കപ്പ് ആയിക്കോട്ടെ, ഒരു പ്ലേറ്റ് ആയിക്കോട്ടെ, അതിനെയൊക്കെ കൈകാര്യം ചെയ്യുന്ന അതിനോടൊരു സമീപനം, ഒരു ചെടി ആയിക്കോട്ടെ, ഒരു മരം ആയിക്കോട്ടെ, അതിനെയൊക്കെ കാണുന്നൊരു രീതി, അതിൽ നിന്നൊക്കെ മനസ്സിലാവുമല്ലോ നമുക്കൊരു നല്ല വ്യക്തിയാണോ അല്ലാത്ത വ്യക്തിയാണോ മനസ്സിലാവും. അങ്ങനെയാണോ ജയേഷിനെയും കണ്ടെത്തിയത്? അതെ, ജയേഷേട്ടൻ എന്നെ ചേർത്ത് പിടിച്ച ഒരു വ്യക്തിയാണ്. എനിക്ക് പല കാര്യങ്ങളിലും എനിക്ക് തോന്നി എൻ്റെ കൂടെ കൂട്ടാവുന്ന, എൻ്റെ കൂടെ നടക്കുന്ന ഒരാളായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. എന്താ പറയുക, അപ്പം ആ ഒരു നിമിഷത്തിൽ ഞാൻ അങ്ങോട്ടാണ് പറഞ്ഞത് എനിക്ക് ചേട്ടനെ ഭയങ്കര ഇഷ്ടമാണ്, ഞാൻ കല്യാണം കഴിക്കുന്നെങ്കിൽ ചേട്ടനെ മാത്രമേ കഴിക്കുള്ളൂ എന്ന് 10-16 വയസ്സിൽ ഞാൻ അങ്ങോട്ടാണ് ചേട്ടനടുത്ത് പറഞ്ഞത്. അത് ഞാൻ വിശ്വസിച്ചു. ഹലോ വാ. നമസ്തേ പറയൂ. ഈ ബിഗ് ബോസ് ഹൗസിനകത്ത് പലരും ഒറ്റപ്പെടുത്തിയപ്പോഴും ഈ മുൻവിധിയോടെ പല കാര്യങ്ങളെയും കണ്ടപ്പോഴും ഒക്കെ അതിനോടൊക്കെ എങ്ങനെയാണ് പ്രതികരിച്ചത്? അതെനിക്ക് എല്ലാവരോടും പറയാനുള്ള ഒരു കാര്യമാണ്. ഒരു മനുഷ്യൻ എന്താണെന്ന് മനസ്സിലാവണമെങ്കിൽ ആ മനുഷ്യനോട് സംസാരിക്കണം, ആ മനുഷ്യനെ അറിയാൻ ശ്രമിക്കണം. അല്ലാണ്ട് നമ്മുടെ മനസ്സിൽ വിചാരിക്കുന്നതല്ല ആ മനുഷ്യർ. നമ്മൾ ഉണ്ടാക്കുന്ന ഒരു തിരക്കഥയാണോ ഒരു മനുഷ്യൻ? അല്ല, അത് നമ്മുടെ ഇഷ്ടത്തിന് നമ്മൾ ആ മനുഷ്യനെ കുറിച്ച് ഉണ്ടാക്കുന്ന ഒരു സ്ക്രിപ്റ്റാണ്, അല്ലേ? ഒരു മനുഷ്യൻ പറഞ്ഞതിലൊരു വാക്ക് മാറിപ്പോയി, ആ മനുഷ്യന് അറിവില്ലാത്ത ഒരു കാര്യത്തിനെ കുറിച്ച് സംസാരിച്ചു. അപ്പൊ ആ മനുഷ്യന്റെ അടുത്ത് വന്നിരുന്ന് അതിനെക്കുറിച്ച് ചോദിച്ച് മനസ്സിലാക്കാനും നിങ്ങൾ എന്തുകൊണ്ടാണ് അപ്പോഴങ്ങനെ പറഞ്ഞത്. പല പ്രശ്നങ്ങളും ബിഗ് ബോസ് ഹൗസിൽ എന്നല്ല ഈ ലോകത്ത് തന്നെ തെറ്റിദ്ധാരണകൾ കൊണ്ടാണ് ഉണ്ടാകുന്നത്. അപ്പൊ തെറ്റിദ്ധാരണയെ മാറ്റാനായിട്ട് ഒരു വഴി ഉണ്ടാക്കി, ഒരു പാലം എന്ന് പറയുന്നത് ഇവിടെ നിന്ന് അങ്ങോട്ടും അവിടെ നിന്ന് ഇങ്ങോട്ടും സെയിം ദൂരമാണ്. അപ്പോൾ വന്നിരുന്ന് സംസാരിക്കണം. നമ്മൾ സംസാരിക്കാൻ ശ്രമിക്കുമ്പോൾ പോലും മുഖം മാറ്റിയിട്ട് പോകരുത്. അപ്പോൾ അത് ആദ്യമേ തിരുത്തണം. പിന്നെ ഒറ്റപ്പെടുത്തലെന്ന് പറഞ്ഞാൽ അതിഭീകരമായിട്ടുള്ള ഒറ്റപ്പെടുത്തലായിരുന്നു. അവരൊക്കെ മുൻധാരണയോട് കൂടിയിട്ടാണ് എന്നെ കണ്ടുകൊണ്ടിരുന്നത്. എനിക്ക് സുപ്പീരിയോറിറ്റി കോംപ്ലക്സ് ആണ്, ഞാൻ ഒരുപാട് സിനിമകൾ അഭിനയിച്ചു, ഞാൻ ഭയങ്കര ഹൈ പെയ്ഡാണ്, അതൊക്കെ പറഞ്ഞിട്ട് എനിക്ക് സുപ്പീരിയോറിറ്റി കോംപ്ലക്സ് ആണ്, ഇത്ര സിനിമയിൽ അഭിനയിച്ചു എന്നുള്ളതാണ്. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ഇത്രയും പേർക്ക് വെച്ച് വിളമ്പാനായിട്ട് ഞാൻ ചെയ്യുമോ? ഞാൻ ടോയ്ലറ്റ് ഇത്ര ഇതായിട്ട് കഴുകി വെക്കുമോ? അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് പ്രയോറിറ്റി കൂടുതലാണെന്ന് മനസ്സിലാവുമ്പോൾ അത് ആൾക്കാരെ എടുത്ത് പറയാനായിട്ട് ശ്രമിക്കും. ഇനി അതുകൊണ്ടാണ് ഇവർ നമ്മളടുത്ത് അല്ലെങ്കിൽ ഇങ്ങനെയെന്ന് ഒരു ചോദ്യം വരും. അത് അതിന്റെ അർത്ഥം അവരുടെ മനസ്സിൽ അവരെക്കാൾ മുകളിലാണ് നമ്മളത് അവർ ചിന്തിക്കുന്നുണ്ടെന്നുള്ളതല്ല. പിന്നെ അലക്കി ഇട്ടുകൊണ്ടിരുന്ന തുണികളൊക്കെ ഇത് ആരുടെയാണെന്ന് നമുക്കൊരു പിടുത്തവും ഇല്ലായിരിക്കും. അതായത് പ്രേക്ഷകൻ അറിയില്ലല്ലോ, നമ്മൾ പോയിട്ട് തുണി വെക്കുമ്പോൾ ഇത് ഇവരുടെയാണെന്ന് അറിയില്ലല്ലോ. അതൊക്കെ നമ്മൾ അങ്ങനത്തെ കോംപ്ലക്സ് ഒന്നും
ഒരു തരത്തിലും മനസ്സിൽ വെക്കാതെ ഞാനും നീയും ഒന്ന് എന്നൊരു വിചാരത്തോടെ ഇരിക്കുന്നതുകൊണ്ടല്ലേ നമുക്ക് അതൊക്കെ എടുത്ത് കൊണ്ടുവയ്ക്കാനും അവരുടെ തുണികൾ മടക്കി വെക്കാൻ തോന്നുന്നതും അവർക്ക് വേണ്ടി ഒരു നല്ല ചായ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്നതൊക്കെ നമ്മുടെ മനസ്സിൽ യാതൊരു ഈഗോയോ അവരെ നമ്മൾ എത്ര സ്നേഹിക്കുന്നതുകൊണ്ടല്ലേ ചെയ്യുന്നത്. അപ്പം അതിനെയൊക്കെ ഈശ്വരൻ്റെ സഹായം കൊണ്ടും ഈശ്വര പ്രാർത്ഥന എന്ന് തന്നെ പറയാം, എൻ്റെ ജപം കൊണ്ട് മാത്രം ഞാൻ ഓവർകം ചെയ്താണ്. എല്ലാ സങ്കടങ്ങളും എൻ്റെ അമ്മയോട് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നു. എൻ്റെ ഭയങ്കര ദേവ്യോപാസകയാണ്. അപ്പം എൻ്റെ പെറ്റ അമ്മയോട് എങ്ങനെ ഞാൻ സംസാരിക്കും, അതുപോലെ എല്ലാ ദിവസവും രാത്രി ഉള്ള ജപത്തിൽ ഞാൻ എൻ്റെ അമ്മയോട് എൻ്റെ ഏകാന്തത, എന്നെ ഒറ്റപ്പെടുത്തുന്നത്, എന്നോട് ചെയ്യുന്നത് കാര്യങ്ങൾ, ഇവിടെ എങ്ങനെ തരണം ചെയ്യണം, ഞാൻ എന്നെ സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ ആ സ്നേഹം എല്ലാം ഞാൻ എൻ്റെ അമ്മയുടെ പാദത്തിൽ സമർപ്പിച്ച് അപ്പോൾ മാത്രം ജനിച്ച ഒരു ശിശുവിനെ പോലെ മനസ്സ് ഫ്രഷ് ആക്കിയിട്ട് പുതിയ ദിവസത്തിലേക്ക് കയറും. പുതിയ പ്രശ്നങ്ങൾ വീണ്ടും പൊട്ടിപ്പുറപ്പെടും. റിയാസ് എന്ന വ്യക്തിയോട് ലക്ഷ്മിപ്രിയക്ക് ഇത്രയ്ക്ക് എന്താണ് ദേഷ്യം എന്ന് പലരും ചോദിക്കുന്നുണ്ടായിരുന്നു. എന്താണ് അതിന് കാരണം? ആക്ച്വലി റിയാസ് എന്ന് പറയുന്ന വ്യക്തിയോട് എനിക്ക് ദേഷ്യം ഇല്ല, ഇപ്പോഴും ഇല്ല. ഞാനത് പറഞ്ഞിട്ടുള്ളൂ. എനിക്ക് അവനോടൊരു വാത്സല്യം മാത്രമേ ഉള്ളൂ. അവൻ ഓരോരുത്തരുടെ കണ്ണിലാണ് ഓരോരുത്തരുടെ സ്വഭാവം നമുക്ക് മനസ്സിലാക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, അവൻ്റെ ഉള്ളിൽ ഒരുപാട് നന്മയും സ്നേഹവും ഉണ്ടെന്ന് അവൻ വന്നു കയറിയപ്പോൾ തന്നെ അവൻ്റെ മുഖം കണ്ടിട്ട് ഞാൻ മനസ്സിലാക്കിയിട്ട് ധന്യയോട് പറഞ്ഞു, ധന്യെ പിന്നെ എന്നെ സേവ് ചെയ്തിട്ടാണല്ലോ വരുന്നതൊക്കെ, ഇവൻ ഈസി ടാർഗറ്റ് ആണ് ഞാനെന്ന് പറഞ്ഞതിൽ മാത്രമേ എനിക്കൊരു ദേഷ്യമുള്ളൂ. അത് അവൻ്റെ തോന്നല, അത് തിരുത്തി കൊടുക്കേണ്ട ഉത്തരവാദിത്വം എനിക്കാണെന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ റിയാസ് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് എന്താ പറയുക, എനിക്ക് മനസ്സിലായി ഇവരൊരു നല്ല ആത്മാവാണ്, നല്ലൊരു സോളാണ് ഇവൻ്റെ ഉള്ളിലുള്ളത്. ഞാൻ ഭയങ്കരമായിട്ട് മനസ്സിലാക്കിയിട്ട് ഞാൻ പിന്നെ ധന്യയുടെ അടുത്ത് പറഞ്ഞു, അവനൊരു നല്ല കുട്ടിയാണ് കേട്ടോ, പാവം കുട്ടിയാണ്. അല്ലേ പിറ്റേ ദിവസം തൊട്ട് നല്ല കുട്ടി കാണിച്ചു വെച്ച കാര്യങ്ങൾ ലീലാവിലാസങ്ങളൊക്കെ നിങ്ങളെല്ലാവരും കണ്ടില്ലേ. എന്നിട്ട് ലാലേട്ടൻ വന്നിട്ട് എന്നോട് ചോദിക്കുന്നു, ഞാൻ പറഞ്ഞു ലാലേട്ട ഒരു പൂച്ചക്കുട്ടിയെ പിടിച്ച് ജയിലിലിട്ട പോലെയാണ് എനിക്ക് തോന്നിയതൊക്കെ. അപ്പം എനിക്ക് അവനോടുള്ള ആകപ്പാടെ ദേഷ്യം ഇവൻ ഈ രീതിയിലുള്ള ഇങ്ങനെ പ്രൊവോക്ക് ചെയ്യുന്നു. പിന്നെ അവൻ കുറച്ച് ഓവറായിപ്പോയി. അവൻ ഒന്ന് ക്ഷമിച്ചിരുന്നെങ്കിൽ റോബിൻ പുറത്തേക്ക് പോകുന്നത് പോലത്തെ പ്രശ്നങ്ങൾ ഉണ്ടാകുമായിരുന്നില്ല. അതായത് അവൻ്റെ കഴുത്തിൽ ഇവനിത് തട്ടിയെടുത്തു, അവൻ ബാത്റൂമിൽ പോയി ഒളിച്ചു. ബാത്റൂമിൽ പോയി ഒരു മനുഷ്യന് എത്ര നേരം ഇരിക്കാൻ പറ്റും? ഈസി ടാർഗറ്റ് ആണെന്ന് പറഞ്ഞത് നമ്മളെക്കാൾ അവർ കാണുന്ന ലക്ഷ്മിപ്രിയ അവർ നോക്കി കാണുമ്പോൾ ഈസി ടാർഗറ്റ് ആണെന്ന് തോന്നുന്നത് അവരെക്കാൾ വലിയ ഭീകരമാണ് അവർക്ക് ചിന്തിക്കുന്നതുകൊണ്ടാണ്. ഇവരൊക്കെ നമുക്ക് നിസ്സാരം, ഇതിപ്പോ അതിനൊക്കെ ശരിയാക്കാന്ന് മാപ്പ് പറയുന്നത് ഞാൻ അന്ന് മുതൽ ഞാൻ വിചാരിക്കുന്നുണ്ടായിരുന്നു. അതെന്റെ മനസ്സിനെ ഞാൻ ഇങ്ങനെ കൊണ്ടു നടക്കായിരുന്നു. അപ്പൊ അതായിരുന്നു കറക്റ്റ് ആയിട്ടൊരു സമയം എന്ന് എനിക്ക് തോന്നുന്നു. ധന്യയുടെ അടുത്ത് ഞാൻ ഈ പറയുന്നതൊക്കെ ഇവർ കാണുന്നുണ്ടല്ലോ, പ്രേക്ഷകരും കാണുന്നുണ്ടായിരിക്കും. ധന്യ എനിക്ക് അങ്ങനൊരു മാപ്പ് കൊണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അതൊക്കെ കൊണ്ടായിരിക്കാം ലാലേട്ടൻ വന്നിട്ട് ചോദിച്ചത്, ലക്ഷ്മിക്ക് എന്തെങ്കിലും ആരോടെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിച്ചത്. അപ്പൊ ഒരു അണക്കെട്ട് പൊട്ടിച്ച് വിട്ട പോലെ എൻ്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് വന്നതാണ് നിങ്ങൾ കണ്ടത്. അതിനുശേഷമായിരുന്നു തോന്നുന്നു മറ്റേ ആ ടാസ്ക് ഒക്കെ വന്നത് അല്ലേ. അപ്പൊ ഞാൻ അത്ര അവനെ സ്നേഹിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. അപ്പോ അവനെ മുറിവേൽപ്പിക്കുന്ന ഒന്നും എനിക്ക് ചെയ്തത് എൻ്റെ വിജയത്തിനെക്കാട്ടിലും അവന്റെ വിജയമായിരുന്നു എനിക്ക് പ്രധാനം. അവൻ വിജയിച്ചോട്ടെ, അവൻ ജയിച്ചോട്ടെ എന്നാണ് ഞാൻ മനസ്സിൽ കരുതിയത്. നമ്മുടെ ഓരോ കാര്യങ്ങളും അതൊരു നമ്മൾ മനഃപൂർവ്വം അത് അഭിനയിക്കുന്നതാണെന്ന് പറഞ്ഞു പരത്തുന്നത് അതിൽ ഓരോരോ വ്യക്തികളുടെയും ഫാൻസ് ഗ്രൂപ്പുകളാണ്. ലക്ഷ്മിപ്രിയ അതുകൊണ്ടാണ് കരുതത്, അങ്ങനെ അത് പറഞ്ഞോട്ടെ, കുഴപ്പമില്ല. നമ്മളവിടെ റിയലായിട്ടാണ് ഇത്രയും ദിവസം നിന്നത്. അതുകൊണ്ട് തന്നെയാണെങ്കിൽ 100 ഡേയ്സ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ബിഗ് ബോസ് ഹൗസിൽ ഏറ്റവും ഹാപ്പിനെസ് ഉണ്ടാക്കിയ ഇൻസിഡന്റ് അല്ലെങ്കിൽ ഏറ്റവും വിഷമം ഉണ്ടാക്കിയ ഇൻസിഡന്റ്? ഏറ്റവും ഹാപ്പിനെസ് ഉണ്ടാക്കിയത് ഞാൻ ലാലേട്ടന് വേണ്ടിയിട്ട് ലാലേട്ടന് ബർത്ത്ഡേക്ക് നാരായണിയും ചൊല്ലിക്കൊടുത്തതാണ്. എത്രയോ മഹാത്മാക്കൾ, ദാസേട്ടൻ ഉൾപ്പെടെ ഉള്ള എത്രയോ മഹാത്മാക്കൾ ലാലേട്ടന് വേണ്ടിയിട്ട് നാരായണിയും ചൊല്ലിക്കൊടുത്തിട്ടുണ്ടാവും. ഈ ഒരു അറിവുമില്ലാത്ത ഒരു കഴിവുമില്ലാത്ത ഞാൻ ലാലേട്ടൻ്റെ പിറന്നാളിന് അദ്ദേഹത്തിൻ്റെ മുന്നിൽ നാരായണിയും ചൊല്ലി എന്നുള്ളത് എനിക്ക് ഭയങ്കര അഭിമാനകരമായിട്ടുള്ള ഒരു കാര്യമാണ്. ഏറ്റവും മോശമായിട്ട് തോന്നുന്നത് എൻ്റെ മുഖത്ത് നോക്കി അനാവശ്യം പറഞ്ഞ ആ നിമിഷം ഞാനത് കേൾക്കേണ്ടി വന്നല്ലോ ഈശ്വര എന്നുള്ള എൻ്റെ ഒരു സങ്കടം. ആ സങ്കടത്തിൻ്റെ പുറത്ത് എനിക്കങ്ങനെ തുപ്പേണ്ടി വന്നത് ഈ ഒരു ഇൻസിഡൻ്റാണ് എന്നെ ഏറ്റവും കൂടുതൽ എനിക്ക് ഓർക്കാൻ ഇഷ്ടമില്ലാത്ത ആ ഒരു അധ്യായം, ആ ഒരു ദിവസം എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഓർക്കാൻ എനിക്ക് ഇഷ്ടമില്ല. മറ്റു ഭാഷകളിലെ ബിഗ് ബോസുകൾ കണ്ടിട്ടുണ്ടോ? അതുപോലെ ഈ പറഞ്ഞ ലാസ്റ്റില് ആ ബുള്ളറ്റില് ആ ഒരു പോകുന്ന സമയത്ത് എന്തായിരുന്നു മനസ്സിലുണ്ടായിരുന്ന ഒരു വികാരം? ഞാൻ മറ്റു ഭാഷയിലൊന്നല്ല, മലയാളത്തിലെ പോലും ബിഗ് ബോസ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല.
ഇതുവരെയുള്ള എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ അയച്ചു തരുമ്പോൾ ഞാൻ അത് കണ്ടിട്ടുണ്ടെന്നല്ലാണ്ട് എനിക്ക് എനിക്ക് ബിഗ് ബോസിനെ കുറിച്ച് അറിവുണ്ടായിരുന്നില്ല. എനിക്ക് തോന്നി ഒരു ഒഴിഞ്ഞ കുപ്പിയെ പോലെ പോയതും നന്നായി. നമ്മളൊന്നും പഠിക്കാണ്ട് ഒന്നും പ്രാക്ടീസ് ചെയ്യാണ്ട് ഈ ഗെയിം എന്താണെന്ന് പോലും അറിയാത്ത ഒരു പൊട്ടിക്കാളിയായിട്ടാണ് അതിൻ്റെ ഉള്ളിലേക്ക്. ഞാൻ ലാലേട്ടൻ്റെ അടുത്ത് പറഞ്ഞതുപോലും ഞാൻ എൻജോയ് ചെയ്യാൻ പോവാണെന്നാണ്. അപ്പോൾ ലാലേട്ടൻ നല്ല ഈ ബിഗ് ബോസ് ഹൗസിൽ എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലത്ത് ലാലേട്ടൻ തന്നെ പറയുകയും ചെയ്തു. സത്യസന്ധമായ ജനങ്ങളുടെ ലക്ഷ്യങ്ങളോട് ഇഷ്ടം മാത്രം സംഭവിച്ചാണ്. നമുക്ക് വേണമെങ്കിൽ പല ഗ്രൂപ്പുകൾ ഏൽപ്പിക്കാമായിരുന്നു. പക്ഷെ റിയാലിറ്റി ഷോ അല്ലേ, അപ്പൊ അതൊരു റിയൽ ആയിട്ട് വിൻ ചെയ്യണം എന്ന് എനിക്ക് തോന്നില്ല. അതുകൊണ്ട് തന്നെ PR വർക്ക്സ് ഒന്നും ഏൽപ്പിക്കാണ്ട് നമുക്ക് സുഹൃത്തുക്കൾ ഫ്രീ ആയിട്ട് ചെയ്തു തരാൻ തയ്യാറായിട്ടുള്ളവർ ഒരുപാടുണ്ടായിരുന്നു. നമ്മൾ അതൊന്നും ഏൽപ്പിച്ചൊന്നും. ഇവിടെ നമ്മുടെ വളരെ ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട്സ് ഒക്കെ ഒരു 250 പേര് അടങ്ങുന്ന വാട്സപ്പ് ഗ്രൂപ്പായിട്ട് വെച്ചിട്ട് എല്ലാവരും കൂടെ കറക്റ്റായിട്ട് വോട്ട് ചെയ്യാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അതല്ലാതെ ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ ആ പോയ നിമിഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ പറഞ്ഞു വല്യണ്ണൻ ലക്ഷ്മിയെ ഒരുപാട് സ്നേഹിക്കുന്ന വല്യണ്ണൻ അനിയത്തിയുടെ കാലിൽ ഒരു മണ്ണ് പോലും കൊള്ളരുതെന്ന് ആഗ്രഹിച്ചിട്ട് ഒരു റോയൽ എവിക്ഷനായിരുന്നു. അകത്ത് വണ്ടി വന്ന് കൂട്ടിക്കൊണ്ടുപോയില്ല. 4-2 ആണ് എൻ്റെ ലക്കി നമ്പർ. അപ്പോൾ 2-4 എന്നൊക്കെ പറഞ്ഞാൽ എൻ്റെ നമ്പേഴ്സാണ് ന്യൂമറോളജിക്കലി. അപ്പോൾ എനിക്കറിയാമായിരുന്നു 4th പൊസിഷൻ മേ ബി ഞാനായിരിക്കാമെന്ന് എനിക്കൊരു ഇതുണ്ടാകും. ഞാനത് പ്രതീക്ഷിച്ചായിരുന്നു ഇരുന്നത്. പിന്നെ ആ വന്ന 4 പേരും കൂടെ ഒരു 4 ബൈക്കുകളിൽ വന്നു. അവർ 4 പേരും കൂടെ വന്നിട്ട് അറ്റ് ടൈം എന്നെ നോക്കി. ഞാൻ ഈ കണ്ണിൽ എക്സ്പ്രഷൻ വെച്ച് പിടിക്കുന്ന ആളാണ്. അപ്പോൾ എനിക്ക് മനസ്സിലായി അത് ഞാനാണെന്ന് എനിക്കറിയായിരുന്നു. ഞാൻ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ആദ്യമായിട്ട് വെളിച്ചത്തേക്ക് ഇറങ്ങിയ ഒരു ഇത്. പിന്നെ ഞാൻ ദിലുവിൻ്റെ അടുത്ത് യാത്ര പറഞ്ഞില്ല. എൻ്റെ മാതങ്കി എഴുതിയ എൻ്റെ ചെടി അത് എടുത്തുകൊണ്ട് പോരണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ ഒരിക്കലും ഞാൻ ഈ വീട്ടിലേക്ക് വരത്തില്ല. ആ വീട് ഉപേക്ഷിക്കുക എന്ന് പറയുന്നത് നമ്മൾ എല്ലാ സ്ഥലത്തേക്കും ഒരു തിരിച്ചുപോക്ക് ഉണ്ടാവാം നമുക്ക്. നമ്മളിപ്പോൾ ഷൂട്ടിങ്ങിന് പോകുന്ന പല സ്ഥലത്തേക്കും തിരിച്ചു ചെല്ലുമ്പോൾ ആ വീടും വീട്ടുകാരും ഒക്കെ അവിടെ തന്നെ ഉണ്ടാവും. പക്ഷെ ഈ വീട് നമുക്ക് വേണ്ടി മാത്രം ഉണ്ടാക്കിയിട്ടുള്ളൊരു വീടാണ്. അപ്പം ആ വീട് ഇനി ഒരിക്കലും ഇല്ല. ആ സ്ഥലത്ത് ഞാൻ ചെന്നേക്കാം, പക്ഷെ അപ്പോഴും ആ വീട് അവിടെ ഇല്ല. എന്നെ ചേർത്ത് പിടിച്ച എൻ്റെ സങ്കടങ്ങളും എൻ്റെ സന്തോഷങ്ങളും എൻ്റെ പ്രാർത്ഥനയും എൻ്റെ നാമജപവും എൻ്റെ പൊട്ടിച്ചിരികളും ഒക്കെ എൻ്റെ കുറുമ്പും കുഞ്ഞായ്മയും കുശുമ്പും ഒക്കെ ആസ്വദിച്ച് ആ ചുവരുകൾ ഇനിയില്ല, കണ്ണാടി ചുവരുകൾ ഇനിയില്ല എന്നുള്ളത് എനിക്കൊരു വല്ലാത്ത ഫീലായിരുന്നു. അതിനാണ് ഞാൻ ദയനീയമായിട്ട് അകത്തേക്ക് നോക്കിയത്. അല്ലാണ്ട് എവിക്റ്റഡ് ആയി പോകുന്ന വിഷമം കൊണ്ടല്ല. എവിക്റ്റഡ് ആയിട്ടല്ലല്ലോ, ഞാൻ 100th ഫിനിഷ് ചെയ്തിട്ട് ഓരോരുത്തരും ഓരോ പൊസിഷനിലേക്ക് വരണ്ടേ. ഞാൻ 5ാം സ്ഥാനം ആഗ്രഹിച്ച് 100 ദിവസം നിൽക്കണമെന്ന് മാത്രമേ ആഗ്രഹിച്ചുള്ളൂ. ഞാൻ ഒരു പടി കൂടെ കടന്ന് 4ാം സ്ഥാനത്തല്ലേ എവിക്റ്റ് ആയത്. അത് ഭയങ്കര സന്തോഷമല്ലേ, അത്രേ ഉള്ളൂ. ഈ ബിഗ് ബോസ് എന്ന ഷോയെ പറ്റി എന്താണ് പോകുന്നതിന് മുൻപും തിരിച്ചിറങ്ങിയ ശേഷമുള്ള അഭിപ്രായം? ബിഗ് ബോസ് എന്ന് പറഞ്ഞ ഷോയെ കുറിച്ച് എൻജോയ്മെന്റിന് വേണ്ടിയിട്ടാണ് ഞാനെന്ന് പറയുന്ന പൊട്ടിക്കാളി അകത്തേക്ക് പോയത്. തിരിച്ചു വന്നത് ലോകത്ത് ഏത് കോണിൽ കൊണ്ടിട്ടാലും, മരുഭൂമിയിൽ കൊണ്ടിട്ടാലും, കാട്ടിൽ കൊടുങ്കാട്ടിൽ, ആമസോൺ വനത്തിൻ്റെ ഉള്ളിലെ വനാന്തരങ്ങളിൽ കൊണ്ടിട്ടാലും, ഹിംസ്ര രാക്ഷസന്മാർക്ക് അങ്ങനെയുള്ള ഹിംസ്ര ജീവികളുള്ള സ്ഥലത്ത് കൊണ്ടിട്ടാലും, ലോകത്തിൻ്റെ ഏത് കോണിൽ കൊണ്ടുവിട്ടാലും ഞാൻ ജീവിക്കും. അത് വെള്ളം ഞാൻ മരുഭൂമിയിൽ കുഴിച്ച് കണ്ടെത്തും. തെറ്റെന്ന് പറഞ്ഞാൽ ഞങ്ങൾ കണ്ടസ്റ്റൻസിന്റെ തെറ്റാണ്. കാരണം നമ്മൾ ഈ സേഫ് ആയിട്ട് കളിക്കുന്നവരൊന്നും നോമിനേഷനിൽ ഇടുന്നില്ല. അപ്പോ ഈ കഴിഞ്ഞ ആഴ്ച ആഗ്രഹം ഞാൻ എന്തെങ്കിലും ആവണം, അങ്ങനെ പരീക്ഷ എഴുതി ജയിച്ചു. ഇപ്പോൾ എല്ലാം നെഗറ്റീവ് കമന്റാണ് എൻ്റെ ഓരോ ചാനലിലും വരുന്നത്. വയസ്സായ ആള്, പഞ്ചാര ഉള്ള ആള്. കുഞ്ഞു പോലും നാളെ അവൻ എന്നെ നോക്കിക്കൊള്ളാമെന്ന് യാതൊരു നിർബന്ധമില്ല. അമ്മയെ നോക്കി ഞാനും പറഞ്ഞിട്ടുണ്ട്, നിനക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്തു തരും, അമ്മ ഇവിടെ ഇരിക്കാവൂ, ഇത് ചെയ്യണമെന്ന് മകനും നാളെ പറയരുത്. പക്ഷെ കുറച്ച് ഒരു 2-3 ബെഡ്റൂം സീൻ വരുന്നുണ്ട്. ആരെങ്കിലും ലാലേട്ടനെതിരെ കുറ്റം പറയുന്നുണ്ടെങ്കിൽ, എന്നോട് സ്നേഹം ഒരു തുള്ളിയെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നെ കുറ്റം പറഞ്ഞോളൂ, ലാലേട്ടനെ ഒരിക്കലും കുറ്റം പറയരുത്. എല്ലാവരുടെയും ഞാൻ ഇങ്ങനെ മുഖത്ത് നോക്കി. എല്ലാവരും കാണാനും നല്ലതാണ്, എല്ലാവരും സ്ക്രീനിലും കൊള്ളാം. എന്തായാലും ഞാൻ തന്നെ ഔട്ട് എന്നുള്ളത് അത് ആ ഒരു മൊമെന്റ് എനിക്ക് അത് ചിലപ്പം കോംപ്ലക്സ് ആയിരിക്കാം, പക്ഷെ അത് കറക്റ്റായിട്ട് വന്നു. വിമർശിക്കപ്പെട്ടിട്ടുണ്ട്, ഞാനെന്തോ ബാലാമണിയായിട്ടൊക്കെ അഭിനയിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ വിമർശനം നേരിടേണ്ട വന്നിട്ടുണ്ട്. മതം എന്നത് നമുക്ക് എപ്പോഴാണ് നഷ്ടപ്പെടുന്നത്? നമുക്ക് വായന കൂടുന്തോറും, മതപണ്ഡിതന്മാരെ തന്നെ പറയും, അറിവ് കൂടുന്തോറും നീയൊക്കെ വരയ്ക്ക് പുറത്താവും. ഞാൻ ഒരുപാട് പ്രണയം കണ്ടതാണ്, പ്രണയിച്ച വ്യക്തിയുമാണ്. അത് പ്രണയമല്ല, ഇറ്റ്സ് ടോട്ടലി ഫേക്ക്. ജൂലിയറ്റിൻ്റെ വീട്ടിൽ പോകണം, അമ്മയും പപ്പായും ഒന്ന് കാണണം, സംസാരിക്കണം. അപ്പം പിന്നെ അവൾക്ക്, അതായത് അവൾക്ക് സിക്കായല്ലോ, അതിനുശേഷം സർജറി കഴിഞ്ഞതിന് ശേഷം പിന്നെ അവിടെയാണ് പഠിത്തം, ട്രാവൽ ചെയ്യാൻ പറ്റില്ല.
ഇത് വർഷം കഴിഞ്ഞിട്ടാണോ ജൂലിയറ്റിനെ ഓർമ്മ വന്നതെന്ന് ചോദിച്ചവർക്കോട്ടുള്ള മറുപടിയാണിത്. എനിക്ക് സൂര്യൻ നല്ലൊരു സുഹൃത്താണ്. അതിനെ വേറൊരു രീതിക്ക് നിങ്ങൾ എല്ലാവരും കൂടെ ആക്കരുത്. സൂര്യക്ക് വയസ്സ് 30-34 വയസ്സായ കൊച്ചല്ലേ, അതൊരു പക്വതയോടുകൂടെ കാര്യം കാണണ്ടേ. ബിഗ് ബോസ് ആയതെന്നല്ലേ പൊതുവിലുള്ള അഭിപ്രായം. പിന്നെ എനിക്ക് പേഴ്സണലി ചൊറി സഹിക്കാൻ പറ്റാത്ത ആളാണ് ഞാനൊന്നും ആണെങ്കിൽ അത്രയും ക്ഷമിക്കില്ല. കമ്മീഷനിൽ ചെന്നപ്പോൾ തന്നെ ഞങ്ങൾ ഇത്രയും പൊക്കത്തിലുള്ള സർട്ടിഫിക്കറ്റുകൾ കാണിച്ചപ്പോൾ അവിടുത്തെ ഫാദർ പറഞ്ഞു പ്രണയം അതൊരു ലഹരിയാണ്, നിങ്ങളെന്നും ചൂടുപിടിപ്പിക്കും ലഹരി, നിങ്ങളെന്നും